ടെക് ഫോർ ഗിൻഡി പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ എല്ലാ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ മാക്സിമം ഷെയർ ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിൻ്റെ ഓണാക്കിയിട്ട് ഹോൺ അടിച്ച് നോക്കാം. ഹോണൊന്നും വർക്ക് ചെയ്യുന്നില്ല. രക്ഷയില്ല. ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്നു. 2-3 വർഷമായിട്ടുണ്ടാവും. ഇനി ഇത് ഓണാക്കിയിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഹോൺ അടിക്കുന്നുള്ളൂ. പിന്നെ ബാറ്ററി എന്തായാലും പോക്കണം. നമുക്കത് വീണ്ടും ഓഫാക്കിയിട്ട് ഒന്ന് സ്റ്റാർട്ട് അടിച്ചു നോക്കാം. ഒരു രക്ഷയില്ല, ഹോണൊന്നും വർക്ക് ചെയ്യുന്നില്ല. സ്റ്റാർട്ടിങ്ങിൽ ചെറുതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഹോണൊക്കെ. ഇതിൻ്റെ കവർ അയച്ചിട്ട് നമുക്കെന്നാൽ ബാറ്ററി പുറത്തേക്ക് എടുക്കാം. ഇത് 5H ബാറ്ററിയാണ്. ഇതിന് സെൽഫൊന്നുമില്ലാത്ത കാരണം 5H ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കമ്പനി. അപ്പോൾ നമുക്ക് ഈ ബാറ്ററി പൊളിച്ചിട്ട് ഇതിനകത്ത് ഷെല്ലൊക്കെ എടുത്ത് നമുക്ക് പുറത്തേക്ക് കളയാം. ഈ 5H ബാറ്ററിനെ നമുക്ക് ലിഥിയം ബാറ്ററി ആക്കി മാറ്റാം. സെയിം H ഈ 5H ആക്കിയിട്ട് നമുക്ക് മാറ്റാം. ഈ കേസിനകത്തോട്ടാണ് നമ്മൾ ലിഥിയം ബാറ്ററി സെറ്റ് ചെയ്യുന്നത്. ലാപ്ടോപ്പിൻ്റെ പഴയ ബാറ്ററികൾ എടുത്ത് അതിൽ നിന്ന് നല്ല ബാറ്ററികൾ ശേഖരിച്ചിട്ട് ഒരു 9 ബാറ്ററി എടുത്തിട്ടാണ് 5H 12 വോൾട്ടിൻ്റെ ബാറ്ററി ഉണ്ടാക്കുന്നത്. ഈ ബാറ്ററി 3 വെച്ച് പാരലൽ ചെയ്തിട്ട് പിന്നെ 3 വെച്ച് സീരീസ് കൊടുത്തിട്ടാണ് ഈ ബാറ്ററി ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് 20 ആംപിയറിൻ്റെ BMS ബോർഡ് ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും 20 ആംപിയറിൻ്റെ BMS വേണമെന്നില്ല, ഒരു 10 ആംപിയറിൻ്റെ BMS ബോർഡ് വെച്ചാലും മതി. ഇപ്പം എൻ്റെ ഉള്ളത് 20 ആംപിയറിൻ്റെ BMS ബോർഡാണ്. ഇപ്പോൾ ഒരു ബാറ്ററി 2000 mAh ആണ്. അപ്പോൾ 3 ബാറ്ററി ആകുമ്പോൾ 6000. അപ്പോൾ ഒരു കൃത്യം ഒരു 5H വരെ നമുക്ക് ഈ ബാറ്ററിയിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടും. ഇനി BMS ബോർഡിലേക്ക് കണക്ഷൻ കൊടുക്കാം. BMS ബോർഡിൽ തന്നെ എല്ലാം എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ 0 എഴുതിയിട്ടുള്ളത് ബാറ്ററിയുടെ മൈനസ് കൊടുക്കുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ 4.2 എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ 8.7, അതിൻ്റെ അപ്പുറത്ത് 12 വോൾട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ ബാറ്ററിയുടെ പ്ലസും മൈനസും, ഇത് പ്ലസ് സൈഡാണ്, ഇത് മൈനസ് സൈഡാണ്. ഇത് 4 വോൾട്ട്, ഇത് 8 വോൾട്ട്, ഇത് 12 വോൾട്ട്, അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ മൈനസിൽ നിന്ന് ഈ BMS ബോർഡിൻ്റെ 0 എന്ന് എഴുതിയിട്ടുണ്ടാവും. ആ 0 മേലേക്ക് കണക്ഷൻ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ 4 വോൾട്ട് എടുത്തിട്ട് ഈ 4.2 എന്ന് എഴുതിയിട്ടുണ്ടാവും, അതുമേലേക്ക് കണക്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ 8 വോൾട്ട് 8.7 എഴുതിയിട്ടുണ്ടാവും, അതുമേൽ കൊടുക്കുക. ഇവിടെ 12 വോൾട്ട് അത് കൊടുക്കുക. പിന്നെ ഈ ബോർഡുമ്പോൾ തന്നെ ഔട്ട്പുട്ട് ഉണ്ടാവും, പ്ലസും മൈനസും. അത് നേരെ പുറത്തേക്ക് എടുക്കുക. ഇനി നമുക്ക് ഈ ബാറ്ററി പാക്ക് ഈ കേസിനകത്തോട്ട് ഫിക്സ് ചെയ്യാം.
5Hൻ്റെ 12 വോൾട്ടിൻ്റെ ബാറ്ററി പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 2 വീലറിലേക്ക് കണക്ട് ചെയ്യാം. ഇൻഡിക്കേറ്റർ കത്തിയിട്ടുണ്ട്. കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ ഈ ബാറ്ററിക്ക് ഒരു 1000 താഴെ വരും. അപ്പം നമ്മൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ ഇത് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.